നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യന്റെ ഡിസ്കഷനാണ് ഇന്ന്. ഭാഗം 65. 5666 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത. രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷിംലയുടെ പുതിയ പേരെന്താണ്? ശ്യാമല എന്നതാണ് ഷിംലയുടെ പുതിയ പേര്. ദലാൽ സ്ട്രീറ്റ് എവിടെയാണ്? മുംബൈയിലാണ് ദലാൽ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ, കേദാർനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ഹരിദ്വാർ, കേദാർനാഥ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ്. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് ആരാണ്? ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. മൊത്തം 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2019 1965 ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചു. രണ്ടാമത് 1980 SK പൊറ്റക്കാടിന് ലഭിച്ചു. 84 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ലഭിച്ചു. 95 MD വാസുദേവൻ നായർക്ക് ലഭിച്ചു. 2007 ONV കുറുപ്പിന് ലഭിച്ചു. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു. വോഡ്ക എന്ന മദ്യം ഏത് ധാന്യത്തിൽ നിന്നാണ്? ഗോതമ്പിൽ നിന്നാണ് വോഡ്ക എന്ന മദ്യം ഉണ്ടാക്കുന്നത്. ഗോതമ്പിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ഏതാണ്? ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവലാണ് ചെമ്മീൻ. ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോക്കേരി പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അപ്പോൾ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോക്കേരി പദ്ധതിക്ക് നേതൃത്വം നൽകിയത് SK ഡേ ആണ്. SK ഡേ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ്? കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി N മേനോൻ. ആരാണ്? ലക്ഷ്മി N മേനോനാണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത. ഹസാരിബാഗ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏത് സമുദ്രത്തിലാണ്? അസൻഷൻ ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അസൻഷൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ആദ്യമായി മൃഗാശുപത്രി സ്ഥാപിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് മൃഗാശുപത്രി സ്ഥാപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ ഉലച്ച വിപ്ലവം ഏതാണ്? പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി വിപ്ലവം. കേരളത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് എണ്ണത്തിൽ കൂടുതലുള്ളത്. എവിടെയാണ്? എറണാകുളം ജില്ല. എണ്ണം എറണാകുളം. കേരളത്തിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാലടിയിലാണ് കേരളത്തിൽ ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കിയ വർഷം 1679. 1679 ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കിയത്. മിന്റോ മോർലി ഭരണപരിഷ്കാരം സംബന്ധിച്ച
ചർച്ച നടത്താൻ 1912 ഇംഗ്ലണ്ടിൽ പോയ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ മിന്റോ മോർലി ഭരണപരിഷ്കാരം സംബന്ധിച്ച ചർച്ച നടത്താൻ 1912 ഇംഗ്ലണ്ടിൽ പോയ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അപ്പൊ ഗോവയാണ് ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. കേരള നിയമസഭയിൽ ആക്ടിംഗ് സ്പീക്കറായ വനിത ആരാണ്? കേരള നിയമസഭയിൽ ആക്ടിംഗ് സ്പീക്കറായ വനിതയാണ് നഫീസത്ത് ബീവി. ആരാണ്? നഫീസത്ത് ബീവിയാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ആണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഏതാണ്? പ്രൊലാക്റ്റിൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് വി ഗിരി. വി ഗിരിയാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. തമിഴിലെ ഏറ്റവും പഴയ കൃതി ഏതാണ്? തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയമാണ് തമിഴിലെ ഏറ്റവും പഴയ കൃതി. ഏതാണ്? തൊൽക്കാപ്പിയം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടിയ സമ്പൂർണ്ണ മലയാളി ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കിട്ടിയ സമ്പൂർണ്ണ മലയാളി ശ്രീശാന്ത് ആണ്. ആരാണ്? ശ്രീശാന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമവത്കൃത സെൻസസ് നടന്ന വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ ക്രമവത്കൃത സെൻസസ് നടന്ന വർഷം 1881. 1881 റെഗുലർ സെൻസസ് നടന്നത്. ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി. UN പൊതുസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? UN പൊതുസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 എവിടെയാണ് നടന്നത്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 മുംബൈയിലാണ് നടന്നത്. എവിടെയാണ്? മുംബൈ. റിഹ്ല എന്ന കൃതി രചിച്ചത് ആരാണ്? റിഹ്ല എന്ന കൃതി രചിച്ചത് ഇബൻ ബത്തൂത്തയാണ്. ആരാണ്? ഇബൻ ബത്തൂത്ത. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത. കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കർ അലക്സാണ്ടർ പറമ്പിത്തറയാണ്. അപ്പൊ കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ പറമ്പിത്തറയാണ്. അലക്സാണ്ടർ പറമ്പിത്തറ. ഡൽഹിയിൽ പുരാന കില നിർമ്മിച്ചത് ആരാണ്? ഡൽഹിയിൽ പുരാന കില നിർമ്മിച്ചത് ഷേർഷയാണ്. ഷേർഷാ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ചത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. കേരള മാർക്സ് എന്നറിയപ്പെട്ടത് ആരാണ്? കെ ദാമോദരൻ. കെ ദാമോദരനാണ് കേരള മാർക്സ് എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം മുംബൈ ആണ്. മുംബൈ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആഫ്രിക്കയാണ്. ഓട്ടോമൻ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന രാജ്യമാണ് തുർക്കി. അപ്പോൾ ഓട്ടോമൻ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന രാജ്യം ഏതാണ്? തുർക്കിയാണ്. തുർക്കി. കേരള നിയമസഭാ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ്? കേരള നിയമസഭാ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ AR മേനോൻ. ഡോക്ടർ AR മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ബോംബെ മ്യൂച്വൽ അഷ്വറൻസ് സൊസൈറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ബോംബെ മ്യൂച്വൽ അഷ്വറൻസ് സൊസൈറ്റി ലിമിറ്റഡ്. ഏറ്റവും പഴക്കമുള്ളത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമാണ്. അടുത്ത പറയാൻ പോകുന്ന ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരം 34 നോക്കാം. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്? സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 34 സെഞ്ചുറികളാണ് സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. എത്രയാണ്? 34.
എല്ലോറ ഗുഹകൾ എത്ര എണ്ണമാണ്? എല്ലോറ ഗുഹകൾ 34 എണ്ണമാണ്. എല്ലോറ ഗുഹകൾ എത്ര എണ്ണമാണ്? 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1853 ഏപ്രിൽ മാസം 16-ാം തീയതി നടത്തിയത് ബോംബെ മുതൽ താനെ വരെയായിരുന്നു. ഈ റെയിൽപാതയുടെ നീളം എത്ര കിലോമീറ്റർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതും 34 ആണ്. അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങളാ? സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്? 34. എല്ലോറ ഗുഹകൾ 34 എണ്ണം. കേരളത്തിലെ കായലുകൾ 34. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് 1853 ഏപ്രിൽ മാസം 16-ന് നടത്തിയത് മുംബൈ മുതൽ താനെ വരെയായിരുന്നു. 34 കിലോമീറ്റർ ആയിരുന്നു ഈ റെയിൽപാതയുടെ നീളം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രോട്ടോപ്ലാസം ആണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? ഹക്സ്ലി ആണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം ആണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ആരാണ്? ഹക്സ്ലി ആണ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായിട്ടാണ് തോന്നുന്നത്? കറുപ്പ് നിറമായിട്ടാണ് ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം തോന്നുന്നത്. പ്രേം ഭാട്ടിയ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? പ്രേം ഭാട്ടിയ അവാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പത്രപ്രവർത്തന മേഖലയിലാണ് പ്രേം ഭാട്ടിയ അവാർഡ് നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? വിക്രമാദിത്യൻ. അപ്പോൾ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന പേരിലാണ് പ്രസിദ്ധനായത്. വിക്രമാദിത്യൻ ആരാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ്. ബ്രോക്കൺ വിങ്സ് രചിച്ചത് ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ബ്രോക്കൺ വിങ്സ് രചിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാറിന്റെ പേരാണ് റേവ. അപ്പൊ റേവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ. റേവ. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബ്രോഡ് ഗേജ് പാതയിൽ റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. അപ്പോൾ ബ്രോഡ് ഗേജ് പാതയിൽ റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 1.676 മീറ്റർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. അപ്പൊ ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം സ്ഥാപിച്ചത്. എവിടെയാണ്? ഗോവയിലാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏതാണ്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് തമിഴ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ചാച്ച്നാമ എന്നത് ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്? അപ്പോൾ ചാച്ച്നാമ എന്നത് ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് എന്ന് ചോദിച്ചാൽ സിന്ധിനെ പറ്റിയാണ്. സിന്ധ്. കരിമ്പിൽ നിന്നും കിട്ടുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. അപ്പൊ സൂക്രോസ് ആണ് കരിമ്പിൽ നിന്നും ലഭിക്കുന്ന പഞ്ചസാര, സൂക്രോസ്. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശമാണ് ലോധി വംശം. അപ്പോൾ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശം ഏതാണ്? ലോധി വംശമാണ്. ലോധി വംശം. ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിൽ. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ നഗരം. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഈ ചോദ്യം ഇപ്പോൾ നിലവിലില്ല. ജമ്മു കാശ്മീർ ആയിരുന്നു ഉത്തരം. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു. അതിലെ ഐസ് കഷ്ണം ഉരുകി തീർന്ന ഉടൻ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? വ്യത്യാസം വരുന്നില്ല. ഇതാണ് ഉത്തരം. വ്യത്യാസം വരുന്നില്ല. PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിനകത്ത് ഐസ് കഷ്ണങ്ങൾ ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിലെ ഐസ് കഷ്ണം ഉരുകി തീർന്ന ഉടൻ അതിന്റെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവ് ആരാണ്? അപ്പോൾ 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവാണ് BR അംബേദ്കർ. BR അംബേദ്കർ ആണ്. കോൺഗ്രസുമായി പൂന ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ് ആരാണ്? കോൺഗ്രസുമായി പൂന ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവാണ് BR അംബേദ്കർ. BR അംബേദ്കർ. അപ്പൊ BR അംബേദ്കറിനെ ബേസ് ചെയ്തുള്ള 2 ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവാണ് BR അംബേദ്കർ. കൂടാതെ കോൺഗ്രസുമായി പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച നേതാവും ആരാണ്? BR അംബേദ്കർ ആണ്.
ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. MGRന്റെ പത്നിയായിരുന്ന അവർ വൈക്കം സ്വദേശിയായിരുന്നു ജാനകി രാമചന്ദ്രൻ. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ജാനകി രാമചന്ദ്രൻ. EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്ന റവന്യൂ മന്ത്രി ആരായിരുന്നു? KR ഗൗരിയമ്മ. അപ്പോൾ EMS മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. കൂടാതെ ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നതും KR ഗൗരിയമ്മയായിരുന്നു. കോവൻപുത്തൂർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നഗരമാണ് കോയമ്പത്തൂർ. കൂടാതെ 2019 തമിഴ്നാട് കോവൻപുത്തൂർ എന്നുള്ള പേര് വീണ്ടും കോയമ്പത്തൂരിന് കൊണ്ടുവന്നു. പക്ഷെ ആ തീരുമാനം പിൻവലിക്കുകയുണ്ടായി. രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പൊ രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയാണ് ഫിഡൽ കാസ്ട്രോ ആണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ഏത്? ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം. കേരള സർക്കാർ എന്നാണ് ഏറ്റെടുത്തത്? 1957 കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്തത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെട്ടത്. ഏത് നേതാവിന്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ അനിശ്ചിത നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകന്റെ മരണത്തിന് ശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ അനിശ്ചിത നേതാവായി ഉയർന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആണ്. അപ്പോൾ PSC ഒരുപാട് ചോദ്യങ്ങൾ ഈ PSC ബുള്ളറ്റിനിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കഴിവതും 12,500 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീണ്ടും കാണാം. താങ്ക്